നമശിവായ. നമസ്കാരം. ഇന്ദിരാനന്ദം ബ്രഹ്മാനന്ദത്തിലേക്ക് സ്വാഗതം. നാം നമ്മുടെ ജ്ഞാനപ്പാന അമൃതത്തിലേക്ക് എല്ലാ ഭക്തജനങ്ങൾക്കും സ്വാഗതം. ഇന്നലെ നാം രണ്ടാമത്തെ സ്തുതി മരണത്തെപ്പറ്റി കവി പൂന്താനം പറഞ്ഞ എന്താണെന്ന് ശ്രദ്ധിച്ചു. ഇന്ന് നമുക്ക് അടുത്ത സ്തുതിയിലേക്ക് ശ്രദ്ധിക്കാം. സദാശിവസമാരംഭാം ശങ്കരാചാര്യ മധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പര. മൂന്നാമത്തെ സ്തുതിയിൽ പറയുന്നത്: കണ്ടങ്ങിരിക്കും ജനങ്ങളെ കണ്ടില്ലെന്നു വരുത്തുന്നതും ഭവാൻ, 2-4 ദിനം കൊണ്ടൊരുത്തനെ തണ്ടിലേറ്റി നടത്തുന്നതും ഭവാൻ, മാളിക മുകളേറിയ മന്നൻ്റെ തോളിൽ മാറാപ്പു കയറ്റുന്നതും ഭവാൻ. നാം നിത്യവും കണ്ടുകൊണ്ടേയിരിക്കുന്ന ഒരുവനെ പെട്ടെന്ന് കാണാതാകുന്നു. അങ്ങനെ വരുത്തുന്നതും അങ്ങ് തന്നെയാണ്, ഈശ്വരനാണ്. ഈശ്വരനായ അങ്ങ് തന്നെ ഒരുവനെ 2-4 ദിവസം കൊണ്ട് രാജപദവിയിലേക്ക് ഉയർത്തി പല്ലക്കിൽ സഞ്ചരിപ്പിക്കുന്നു. അങ്ങ് തന്നെ മണിമാളികയിൽ വിരാജിക്കുന്ന രാജാവിനെ തോളിൽ മാറാപ്പേറ്റുന്ന ഭിക്ഷക്കാരനാക്കി തീർക്കുകയും ചെയ്യുന്നു. നാം നിത്യവും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുവൻ അപ്രതീക്ഷിതമായി അപ്രത്യക്ഷപ്പെടുന്നു. അതായത് മരിച്ചു പോകുന്നു, ഈ ഭൂമിയിൽ തന്നെ ഇല്ലാതാകുന്നു. ഇത് നടക്കുന്നത് ദൈവഹിതത്തിന് അനുസൃതമായിട്ടാണ്. അതുപോലെ തന്നെ ഒരുവൻ്റെ ഭാഗ്യ നിർഭാഗ്യങ്ങളെ നിയന്ത്രിക്കുന്നതും ദൈവം തന്നെയാണ്. ഈശ്വരൻ വിചാരിച്ചാൽ 2-4 ദിവസം കൊണ്ട് ഒരുവനെ രാജാവാക്കാൻ കഴിയും. അതുപോലെ തന്നെ ഒരു രാജാവിനെ പെട്ടെന്ന് ഭിക്ഷക്കാരനാക്കുവാനും കഴിയും. ഇതുതന്നെയാണ് വലിയൊരു സത്യം. ആ മരണത്തെപ്പറ്റി പറഞ്ഞതുപോലെ തന്നെ വലിയൊരു സത്യമാണ് കവി ഈ വരികളിൽ പറഞ്ഞിരിക്കുന്നത്. ഇതിൽ തണ്ടിലേറ്റി എന്ന് പറഞ്ഞത് പല്ലക്കിനെയാണ് തണ്ട് എന്ന് പറഞ്ഞത്. പണ്ട് രാജാക്കന്മാർ പണ്ട് കാലത്ത് സഞ്ചരിച്ചിരുന്ന പല്ലക്കിലായിരുന്നു. തോളിൽ മാറാപ്പറ്റി പോകുന്ന ഭിക്ഷക്കാരനാണ്. ഈ സ്തുതിയുടെ ഈ വരികളുടെ അർത്ഥം ഇവർക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. വളരെ ലളിതമായാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. കടുകട്ടിയായ വാക്കുകളൊന്നും ഉപയോഗിക്കാതെ ഇവർക്കും മനസ്സിലാകുന്ന രീതിയിലാണ് അവതരിപ്പിക്കുന്നത്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഗുരുപാദാര ബിന്ദങ്ങളിൽ സമർപ്പിക്കുന്നു. ഇവർക്കും നമശിവായ. നമസ്കാരം. ശുഭസുദിനം. ഈ ചാനൽ ആരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. നമസ്കാരം.